ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലാണുള്ളത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴി വളവുകയം എന്നൊരു സ്ഥലത്ത് ഒരു വേൾഡ് ഫേമസ് പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് കം ബേക്ക് ഹൗസിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് SAC കുഞ്ചൂസ് ബേക്കറി. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയണമെന്നില്ല. അതായത് കുഞ്ചൂസ് ജാം റോൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഉണ്ടാക്കുന്ന യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലെത്തി അവിടെ സെറ്റിൽ ചെയ്ത കുഞ്ചു ആശാനാണ് ഇത് 1931 സ്ഥാപിച്ചിട്ടുള്ളത്. അദ്ദേഹം അന്നത്തെ കാലത്ത് കൊളംബോയിലും ചെന്നൈയിലും പോയി ഒരു യൂറോപ്യൻ ബേക്കിംഗ് സിസ്റ്റത്തിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഈ ബോർമ ബേക്കിംഗ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇതേ ബേക്കിംഗ് യൂണിറ്റ് തന്നെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടാകാം അതേ ആ ടേസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത്. ചിരട്ട കത്തിച്ചുകൊണ്ടാണ് ഈ ഒരു ബേക്കിംഗ് അവൻ പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടപ്പോ ഇപ്പോഴത്തെ വുഡ് ഫയർ അവന്റെ ഒരു വലിയ വേർഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇവരുടെ കൺസിസ്റ്റൻസിക്ക് മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നത് ഇവരുടെ ലേബറേഴ്സിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ആണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അളവും തൂക്കവും ഒക്കെ നോക്കി ഇവരാരും ഒന്നും പറയാതെ തന്നെ ഇവരുടെ പ്രവൃത്തികൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇവിടെ 20, 25, 30 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ ഫാക്ടറും വളരെ നന്നായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ബോർമ ബേക്കിംഗ് യൂണിറ്റ്. അപ്പൊ ആദ്യമായിട്ട് ഇതിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ജാം റോൾസിന്റെ ബേസ് ആണ്. അപ്പൊ അത് ബേക്കായി കഴിഞ്ഞിട്ടുണ്ട്. വെറും 10 to 15 മിനിറ്റ്സ് മതി എന്നാണ് ഇവർ പറഞ്ഞത്. ഇതിനെല്ലാം ഇവര് ട്രേസ് പണ്ടേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അച്ചപ്പത്തിന് അച്ച് ഉണ്ടാക്കി വെക്കുന്നത് പോലെ എല്ലാ പ്രോഡക്ട്സിനും അതിൻ്റെതായ ഫ്രെയിംസ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ജാം ഇവർ വളരെ ടൈറ്റ് ആയിട്ടാണ് സീൽ ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അത് തുറക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ് അരോമ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് തുറന്നപ്പോൾ ആ ഫ്രഷ് ഓർഗാനിക് പൈനാപ്പിളിന്റെ മണമടിച്ച് ഇതിന് ചുറ്റും ഈച്ചകളല്ല പറക്കുന്നത്, തേനീച്ചകളാണ് പറക്കുന്നത്. അത് ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇദ്ദേഹമാണ് മനോജേട്ടൻ. ഇദ്ദേഹത്തിനോട് ഇതിന്റെ റെസിപ്പി ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇത് ഇവരുടെ സീക്രട്ട് റെസിപ്പിയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നല്ല ഫ്രഷ് ഓർഗാനിക് പൈനാപ്പിൾ ആണ്. അപ്പൊ പൈനാപ്പിൾ തന്നെയാണ് ഇതിലെ മെയിൻ കണ്ടന്റ്. അപ്പൊ ആ കേക്ക് ബേസിൽ നന്നായി പൈനാപ്പിൾ ജാം പുരട്ടി അത് ബട്ടർ പേപ്പറിൽ വെച്ച് റോൾ ചെയ്ത് സൈഡ് രണ്ടും മടക്കി പെട്ടിയിലേക്ക് ആക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇതിന്റെ കാര്യം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആണ് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ പലരും ബൾക്കായിട്ട് കൊണ്ടുപോകുന്നത്. അത്രയ്ക്കും അഡിക്ഷൻ ആണ്. അങ്ങനെ ഇത് ഈ ഒരു ബോക്സിലേക്ക് ആക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ആശ്ചര്യവും കൗതുകമായ ഒരു കാര്യം, എത്ര ഉണ്ടാക്കിയാലും ഇത് ഈവനിങ് സമയത്തിനുള്ളിൽ എല്ലാം വിറ്റ് തീരും എന്നാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വേൾഡ് ഫേമസ് കുഞ്ചൂസ് ജാം റോൾസ്. ഈ ഒരു ഒറ്റ സൈസിലാണ് വരുന്നത്, അതായത് 900 grams. പിന്നെ ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു പേസ്ട്രിയുടെ ഒരു സ്ലൈസിന് മാത്രം ഇത്ര റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജാം റോളിന് ഈ ഒരു റേറ്റ് വരുന്നുള്ളൂ. ശരിക്കും വളരെ റീസണബിൾ ആണ്. പിന്നെ ഏകദേശം നമ്മുടെ കൈയിന്റെ നീളമാണ് വരുന്നത്. 5-6 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം എന്താണ് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട്. കൊള്ളാം. ഞാൻ ഇതുവരെ ഒരു ജാം ഇത്ര ആസ്വദിച്ച് കഴിച്ചിട്ടില്ല. കാരണം പ്രോസസ്ഡ് ജാമിന്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് കൊണ്ടാകാം ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. നാച്ചുറൽ ജാം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ആ പൈനാപ്പിളിന്റെ ഫ്ലേവർ നന്നായി കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് അധികം കഴിക്കാൻ പറ്റില്ല, ശരിക്കും മട്ടുന്ന രീതിയിലാണ്. ഇതിന്റെ പകരം ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ ഇത് എപ്പോ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ബോക്സസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ബാസ്ക്കറ്റിൽ വെച്ച് കുറച്ച് ഇവിടത്തെ ഷെൽഫിൽ സ്റ്റോക്ക് ചെയ്യും. അതായത് നല്ല ചൂടോടുകൂടി വാങ്ങിച്ചു പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാം. ബാക്കിയുള്ളതെല്ലാം ഇവരുടെ ടൗണിലുള്ള കടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അടുത്ത് നമുക്ക് ഇവരുടെ ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവരുടെ ബ്രെഡും വളരെ ഫേമസ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് വളരെ സോഫ്റ്റ് ആൻഡ് വളരെ റീസണബിൾ ആണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇവരുടെ മറ്റു പല പ്രോഡക്ട്സ്, അതായത് ഇവരുടെ കപ്പ് കേക്ക്സ്, റസ്ക് ഒക്കെ ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് വെക്കാനുള്ള അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബോർമ അവനാണിത്.
പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ മറ്റൊരു മസ്റ്റ് ഐറ്റം, ലെമൺ പേസ്റ്റിൽ ഉപയോഗിക്കുന്ന കേക്ക്. അപ്പൊ ഇതും അതിന്റെ കൂടെ തന്നെ ബേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ലെമൺ പേസ്ട്രി എന്നാണ്, പക്ഷെ ഇവര് പറഞ്ഞത് ലെമൺ പേസ്റ്റ് എന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ റസ്ക്, അതും ബേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ മിക്ക പ്രോഡക്ട്സിലും മുട്ട ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വിവിധ തരം ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനുള്ള മുട്ട പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്ന ഒരു മിക്സറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലെമൺ പേസ്റ്റിലേക്ക് ഉപയോഗിക്കുന്ന കേക്കും ബേക്കായി കഴിഞ്ഞു. പക്ഷെ ഇത് ആ ചൂടോടുകൂടി ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് കുറച്ച് തണുപ്പിച്ചിട്ടേ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള റാക്സിൽ ഇത് ഓരോന്നായി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ കപ്പ് കേക്ക്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ ലെമൺ പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഈ പേസ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ പേസ്റ്റും ഇവര് മുമ്പേ നന്നായി സീൽ ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ മാർജറിൻ വരുന്നുണ്ട്, RKG ഗീ വരുന്നുണ്ട്, വാനില എസൻസ് വരുന്നുണ്ട്, ലെമൺ എസൻസ് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ലെമൺ ഡ്രോപ്സും ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ ഇവരുടെ കപ്പ് കേക്ക്സും ബേക്ക്ഡ് ആയി കഴിഞ്ഞു. കപ്പ് കേക്ക്സ് ഒക്കെ കാണുമ്പോൾ പണ്ടത്തെ ഓർമ്മയാണ് വരുന്നത്. അതായത് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ആ പ്ലെയിൻ വാനില കപ്പ് കേക്ക്സ് ആണ് ഇവർ ഇവിടെ ഉണ്ടാക്കുന്നത്. റൈസിൻസോ അതേപോലെ കിസ്മിസോ ഒന്നുമില്ലാത്ത നല്ല പ്യോർ പ്ലെയിൻ കപ്പ് കേക്ക്. ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിൽ നിന്നും വരുന്ന ആ ഒരു ബേക്ക്ഡ് ഫ്രേഗ്രന്റ് അരോമ ഒരു രക്ഷയുമില്ല. നല്ല ഒറിജിനൽ ട്രഡീഷണൽ വേയിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്രേഗ്രന്റ് അരോമ പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇവരുടെ ബ്രെഡും എല്ലാം ബേക്ക്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കോൺസ്റ്റന്റ് സൈസിൽ ബേക്ക് ചെയ്യുന്ന ബ്രെഡിന്റെ ആ കണ്ടെയ്നേഴ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ ആ ബ്രെഡിന്റെ ബോക്സ് ഓരോന്നായി തുറക്കുമ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു നല്ല ആ ഒരു ബേക്ക്ഡ് ഫ്രേഗ്രന്റ് അരോമ. നല്ല ക്വാളിറ്റി ബ്രെഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ ബ്രെഡും നന്നായി പോകുന്നുണ്ട്. അടുത്തത് ഇവരുടെ ബണ്ണാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അതിൽ കിസ്മിസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു പഴഞ്ചൻ സ്റ്റൈൽ ബണ്ണാണ്. ബണ്ണും നന്നായി പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ബ്രെഡ് ലോഫ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇവരുടെ ബണ്ണും 10-20 മിനിറ്റിനുള്ളിൽ ബേക്ക്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് 5 ബണ്ണ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതും ഈ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത്. കണ്ടിട്ട് നല്ല സോഫ്റ്റ് ഫ്ലഫി ബണ്ണ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ ലെമൺ പേസ്റ്റിലേക്കുള്ള കേക്ക് കൂളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 2 ലെയർ എടുത്ത് ഒരു ലെയർ വെച്ച് അതിന്റെ മുകളിൽ ആ ക്രീം നന്നായി പുരട്ടി ഇതിന്റെ മുകളിലേക്ക് നേരെ മറ്റേ ലെയർ എടുത്ത് വെക്കാം. ഇവരിത് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഔട്ട്വേർഡ് പെർഫെക്ഷൻ ശരിക്കും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഉള്ളിൽ ആണ് ഇവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്, അതായത് ഇതിന്റെ ടേസ്റ്റ്. കാരണം ഇതിന്റെ ഔട്ട്സൈഡിലുള്ള ആ ഒരു സ്കിന്ന് ഫ്ലേക്കി ആയി ഇളകി പോരുന്നത് നമുക്ക് നേരിട്ട് കാണാം. ഇനി ഇതിന്റെ ബ്ലണ്ട് എഡ്ജസ് എല്ലാം മുറിച്ച് നല്ല സ്ട്രെയിറ്റ് ആക്കിയിട്ട് പിന്നെ കറക്റ്റ് മെഷർമെന്റിൽ, അതായത് കറക്റ്റ് വിട്ടിൽ ഇതെല്ലാം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേസ്റ്റ് പുറത്തേക്ക് ചാടുന്നത് കാണാം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുറിച്ച് ഇതൊരു ട്രേയിൽ സെറ്റ് ചെയ്ത് ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്ത് ഒരു സ്വീറ്റ് പോലെ വെറും 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ബണ്ണൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ മനോജേട്ടനാണ് സജസ്റ്റ് ചെയ്തത് ഇതിൽ ഇവരുടെ ആ ജാം റോളിൽ ഉപയോഗിക്കുന്ന ജാം വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. എനിക്കും തോന്നി ബണ്ണിലും ബ്രെഡിലും ജാം പുരട്ടിയാൽ കുറച്ചും കൂടി ഭേദമാവുമെന്ന്. അപ്പൊ നമുക്ക് ഇതിൽ ജാം പുരട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നതല്ല, ഞങ്ങൾക്ക് സാമ്പിൾ ചെയ്യാൻ വേണ്ടി തന്നതാണ്. നല്ല ചൂടുണ്ട് ബണ്ണ്, ശരിക്കും അത് പിടിക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടുള്ള ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ബണ്ണാണ്. അതിന്റെ കൂടെ ഈ ജാമും കൂടിയുള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ബൺ. ശരിക്കും പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്കിന്ന് പോലെ അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ജാം ഇതിന്റെ കൂടെ നല്ല ഗംഭീര കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇവർ സെയിൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ബണ്ണ് വേണമെങ്കിൽ നമുക്ക് വെറുതെയും കഴിക്കാം, നല്ല മധുരമുണ്ട്. ഇനി നമുക്ക് ഇവരുടെ കപ്പ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കപ്പ് കേക്കിനും 6 രൂപയാണ് വരുന്നത് പീസിന്. വളരെ റീസണബിൾ റേറ്റ് ആണ്. നല്ല കപ്പ് കേക്ക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട്. ശരിക്കും ഇത് കയ്യിലെടുത്തപ്പോൾ വളരെ ക്യൂട്ടായി തോന്നി. അതായത് ഇതിന്റെ സൈസും ആ ടെക്സ്ചറും. മുകളിൽ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഉണ്ട്, പിന്നെ താഴത്തെ ശരിക്കും നല്ല ഫ്ലഫി ടെക്സ്ചറാണ്. പിന്നെ ഇത് കാണുമ്പോൾ ഇതിൽ വേറെ ഒരു ആഡ് ഓൺസും ഇല്ല, നല്ല പ്ലെയിൻ കപ്പ് കേക്ക്.
ആഹാ, നല്ല കിഡിലൻ വാനില കപ്പ് കേക്ക് ആണ്. അതായത് പണ്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ആ പ്യോർ കപ്പ് കേക്ക്സ്. ഇനി നമുക്ക് ഇവരുടെ അടുത്ത മസ്റ്റർ ആയ ഇവരുടെ ലെമൺ പേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത്രയധികം വെറൈറ്റിയിലുള്ള പേസ്ട്രീസ് നമ്മുടെ ചുറ്റുമുള്ളപ്പോ ഞാനൊരു പാവം എന്ന നിലയിൽ ഇരിക്കുന്ന ഈ ഒരു പേസ്ട്രി കാണുമ്പോൾ ഒരു നിസാരക്കാരനായിട്ട് തോന്നാം. പക്ഷേ ഇത് കഴിച്ചു കഴിയുമ്പോഴാണ് ഇത് എന്താണ് ഈ മുതല് എന്ന് നമുക്ക് അറിയുക. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. വാവ്, ഇറ്റ്സ് ടു ഗുഡ്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് പോലെയാണ് ഫീൽ ചെയ്തത്. ഒറ്റ ഇരിപ്പിന് ഒരു 10-15 സുഖമായിട്ടൊന്ന് കഴിക്കാം. അടുത്തത് നമുക്ക് ഇവരുടെ ബ്രെഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോ മനോജേട്ടനാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാൻ. വളരെ ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ശരിക്കും ഒരു പഞ്ഞിക്കട്ട പോലെ. കൊള്ളാം, നല്ല കിഡിലൻ ബ്രെഡാണ്. അതായത് ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ട്. ശരിക്കും വീട്ടിൽ ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതേപോലെ ചായയിൽ മുക്കി കഴിക്കാം. അടുത്തത് ഇവരുടെ റസ്ക് ആണ് ബേക്ക് ചെയ്യുന്നത്. അത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചൂടോടുകൂടി ഇങ്ങനെ എടുത്ത് സ്ലൈസ് ചെയ്ത് ഒരു ട്രേയിൽ വെച്ച് നൈറ്റ് മുഴുവൻ അവനിൽ വെച്ച് ഹാർഡ് ആവുന്നത് വരെ ബേക്ക് ചെയ്തിട്ടാണ് പാക്കറ്റിലേക്ക് ആക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇവരുടെ മറ്റു ഫേമസ് പ്രോഡക്ട്സ്. ഇതാണ് ഇവരുടെ ബനാന ബിസ്ക്കറ്റ്. ഇത് മുമ്പേ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത കാരണം ഇതിന്റെ പ്രിപ്പറേഷൻ കാണാൻ പറ്റിയില്ല. 1/4 കിലോയുടെ ഒരു പാക്കറ്റിന് ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇത് ഇവരുടെ മറ്റൊരു ബെസ്റ്റ് സെല്ലർ ആണ് ഇവരുടെ ബട്ടർ ബിസ്ക്കറ്റ്സ്. ഇതും 1/4 കിലോയുടെ പാക്കറ്റ് ആണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഈ വക പലഹാരങ്ങൾ വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതാണ് ഇവരുടെ റസ്ക്. ഇത് 1/4 കിലോയുടെ ഒരു പാക്കറ്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ചൂടോടുകൂടി പ്രോഡക്ട്സ് വാങ്ങിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് കൂട്ടം കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവരുടെ ടൗണിലേക്കുള്ള കടയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവരുടെ ബ്രാഞ്ച് എറണാകുളത്തുമുണ്ട്. അത് കുഞ്ചുആശാന്റെ മകനാണ് നോക്കുന്നത്. അവിടെ ഇലക്ട്രിക് അവനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒറിജിനൽ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. വേറെ എവിടെയും ഇത് കിട്ടില്ല. ഇനി ഇവിടെ വന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവരുടെ ടൗണിലുള്ള SAC ബേക്കറിയിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.